നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേടയിൽ ഇൻസിനറേറ്ററിൻ്റെ പ്ലാന്റിലാണ്. 2 വർഷം മുമ്പാണ് നമ്മൾ ഇൻസിനറേറ്ററിനെ പറ്റി ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തത്. അത് പലർക്കും ആ ഒരു രംഗത്തെ പറ്റിയുള്ളൊരു പുതിയ അറിവായിരുന്നു. എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരുന്നു. എന്താണ് ഇൻസിനറേറ്റർ അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിൻ്റെ ഒരു പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, മലയാളിയെ സംബന്ധിച്ച് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ അടുത്ത പറമ്പിലേക്ക് നമ്മുടെ പ്ലാസ്റ്റിക് എറിയുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പാരിസ്ഥിതികമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മാലിന്യങ്ങൾ കത്തിച്ച് കളയുന്നതാണ് നല്ലത്. മാലിന്യങ്ങൾ കത്തിച്ച് കളയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന പുക എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നമാണ്. ഇങ്ങനെ പല കൺസേൺസ് ഉണ്ട് ഒരു ഇൻസിനറേറ്റർ നിർമ്മിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഈ മേടയിൽ ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഇൻസിനറേറ്റർ കമ്പനിയുടെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ഷിബുവിനെയായിരുന്നു. ഷിബു തന്നെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഷിബു. താങ്ക് യു. അപ്പോൾ നമ്മൾ 2 വർഷം മുമ്പ് ഈ വീഡിയോ ചെയ്തതിന് ശേഷം പല സംഭവങ്ങളും ഉണ്ടായി മേടയിൽ ഇൻസിനറേറ്റർ. കാരണം ധാരാളം അവാർഡുകൾ കിട്ടി. നമ്മളിപ്പോൾ എൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ കാണുന്നതെല്ലാം വലിയ പ്രമുഖ വ്യക്തികളിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്നതാണ്. കൂടാതെ ഈ രംഗത്ത് R&D കാര്യമായ രീതിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടന്നൊരു കമ്പനി കൂടിയാണ് മേടയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞെട്ടിക്കുന്ന കുറേ പുതിയ സംഭവങ്ങൾ കണ്ടു. അതൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. തന്നെയുമല്ല, അന്ന് നമ്മുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. 2-3 കൺസേൺ ഞാൻ പ്രധാനമായിട്ട് പറയും. 1, മേടയിൽ അല്പം വില കൂടുതലല്ലേ മേടയിൽ ഇൻസിനറേറ്ററിന് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. 2, നമ്മളിപ്പോൾ അടുത്തടുത്ത വീടുകളിലൊരു സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ഇൻസിനറേറ്റർ വെച്ചാലും പുക ഒരു ശല്യമാകില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. 3, ഇതിൻ്റെ എന്താണ് വാറണ്ടി, അതുപോലെ തന്നെ മെയിൻ്റനൻസ്, അത്തരം കാര്യങ്ങളെ പറ്റിയായിരുന്നു. അപ്പോൾ അത്തരം കൺസേൺസ്, നിങ്ങളുടെ എല്ലാ കൺസേൺസിനും ഉത്തരം കൂടിയായിരിക്കും ഇന്നത്തെ വീഡിയോ. കൂടാതെ ഇവിടെ കൂടുതൽ പാരിസ്ഥിതിയെ ഒട്ടും തന്നെ ബാധിക്കാത്ത രീതിയിലുള്ള പുതിയ ഇൻസിനറേറ്ററൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ധാരാളം അവാർഡുകൾ കിട്ടിയുള്ള അഭിനന്ദനം അറിയിക്കുന്നു. എന്ന് തന്നെയല്ല, നമ്മളിപ്പോൾ ഈ രംഗത്തൊക്കെ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ വലിയ R&D ഒന്നും ഉണ്ടാവില്ല. ഒരു സാധനം ഉണ്ടാക്കി വെച്ചു, അത് തന്നെ അങ്ങ് തുടരുന്നതായിരിക്കും. പക്ഷേ ഷിബുവിൻ്റെ ഈ ഒരു കമ്പനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് എപ്പോഴും ഇതിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും. ഇപ്പോഴും നമുക്ക് അതിന് നല്ലൊരു ടെക്നിക്കൽ ടീം തന്നെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഐഡിയാസ് പറയും, അതിനെ മാക്സിമം R&D ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബേസിക്കലായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോന്ന് ആരംഭിക്കും, അത് കണ്ടിട്ട് പലരും അതിനെ അഡോപ്റ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. ഇപ്പോൾ 14 വർഷമായി ഞങ്ങൾ ഈ സംഭവത്തിലേക്ക് വന്നിട്ട് പലരും ഇത് അതിനുശേഷം പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊന്നിൻ്റെ പുറകെ പോയില്ല. ഞങ്ങളാണ് ഇതിൻ്റെ പുതിയ സിസ്റ്റംസ് കൊണ്ടുവരുന്നത്. കാരണം അത് എപ്പോഴും അത് ആവശ്യമാണല്ലോ. ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ അതിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൂടാതെ മറ്റൊരു കാര്യമുള്ളത്, കേരളത്തിൽ 1-2 ഡിസ്ട്രിക്റ്റ് ഒഴിച്ച് എല്ലായിടത്തും സാന്നിധ്യമുണ്ട് മേടയിൽ എന്നുള്ളതാണ്. 18 സെയിൽസ് സെൻറ്റേഴ്സ് ഉണ്ടാവും അല്ലേ? അതെ. എത്ര പ്ലാന്റുകളുണ്ട്? ഞങ്ങൾക്ക് ഒരു 6ഓളം ഗോഡൗൺസും ഒരു 3 ഇത് മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റും ഉണ്ട്. ഇവിടെ ഞങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ പ്ലാന്റിൽ സ്റ്റെയിൻലെസ്. മറ്റേതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഗോഡൗൺ ആയിട്ട് സൂക്ഷിക്കുന്നതേ ഉള്ളൂ. ഇതേപോലത്തെ 3-4 ഗോഡൗൺസ് നമുക്ക് വേറെ ഉണ്ട്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇവിടെ ചെയ്യാൻ തന്നെ കാരണം കസ്റ്റമർ സൈഡിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് എന്തിനാ ഇത്ര വിലയെന്ന്. ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യാൻ കാരണം ഇത് 202-ഉം 304-ഉം 2 ഗ്രേഡിൽ അവൈലബിൾ ആണ്. ഇത് കണ്ട കസ്റ്റമർക്ക് മനസ്സിലാവില്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കും മനസ്സിലാവില്ല. കാരണം അതാണ് അതിൻ്റെ കാഴ്ച. തിളങ്ങി നിന്നാൽ മതി. ഗോൾഡും റോൾഡ് ഗോൾഡും പോലെയാണ്. പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ കെമിക്കൽ ടെസ്റ്റും പല രീതിയിലുള്ള ടെസ്റ്റ് നടത്താം. അപ്പോൾ അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഈ 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇവിടെ ഫാക്ടറിയിൽ വരുത്തി, ഫാക്ടറിയിൽ നിന്ന് തന്നെ ഞങ്ങൾ സ്വന്തം ടെക്നീഷ്യൻസും സ്വന്തം ജോലിക്കാരും വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ക്വാളിറ്റിയിൽ വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞങ്ങൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വെൽഡിങ് വരെ സാധാരണ ഒരു 5000 രൂപയുടെ വെൽഡിങ് സെറ്റിൽ ആർക്ക് വെൽഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഗ് വെൽഡിംഗ് ആണ്. അതിൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടിന് വളരെ ഹൈ സാലറിയാണ്. ആ മെഷീന് തന്നെ ഏകദേശം 1,30,000 രൂപയോളം വിലയുണ്ട്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വില കൂടിയ മെഷീനിൽ ചെയ്യുന്നതെന്നല്ല, അത് അത്രയും ക്വാളിറ്റി ഉണ്ടാവും. ലൈഫ് ലോങ് ആ വെൽഡിങ് ബ്രേക്ക് ആവില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് എപ്പോഴും കസ്റ്റമർക്കാണ്. കസ്റ്റമർ പ്രൈസിങ്ങിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അവരുടെ വീട്ടിലിരിക്കുന്നത് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണോ, ഞങ്ങൾക്ക് ഗുണമുള്ള ഇതാണോ എന്നാണ് ഞങ്ങൾ കൺസേൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ചാൽ എത്ര കാലം, ഇപ്പം വാറണ്ടി ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, എത്ര കാലം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിലനിൽക്കും? എനിക്ക് തോന്നുന്നത് ഞാൻ മരിച്ചു പോയാൽ പോലും ഇത് കേടാവില്ലെന്ന്. കാരണം വേറൊന്നും കൊണ്ടില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ടെമ്പറേച്ചർ കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ഇരുമ്പ് തുരുമ്പിക്കുന്ന പോലെ ഇതിനൊന്നും സംഭവിക്കില്ല. സംഭവിച്ചാൽ അതിൻ്റെ അടുത്ത് അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല. ഞാൻ പറയുന്നത് 304 സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ 10 വർഷത്തേക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടി കൊടുക്കുകയാണ്. 10 വർഷത്തേക്ക്
മിനിമം 5 വർഷം വാറണ്ടി ഉണ്ട്. അതിൽ കൂടുതൽ 10 വർഷത്തേക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി. ആ എക്സ്റ്റൻഡഡ് വാറണ്ടി എന്ന് പറയുന്നത് ഏതൊരു സാധനവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ സർവീസ് ചെയ്ത് ഉപയോഗിക്കണം. കാറായാലും നമ്മൾ ഇത്ര കിലോമീറ്ററിൽ സർവീസ് ചെയ്യണം. അതുപോലെ കസ്റ്റമർ ഇപ്പോൾ ഒരു 3 വർഷം 2 വർഷം കൂടുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ഒരു സർവീസ് അവർ ചെയ്യിക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ അവരെങ്ങനെ ഉപയോഗിക്കുന്നത്, കേടാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിൻ്റെ സർവീസ് വരുന്നത്? എന്താണ് സർവീസ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുഴലിൽ പുക അടഞ്ഞു പോകാം. അപ്പോൾ അത് അടയാണ്ടിരിക്കാൻ ഞങ്ങൾ തന്നെ ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. അപൂർവം ചിലർക്ക് ഇത് ഉപയോഗിക്കാൻ മടിയുള്ളവരുണ്ടാവും, ചിലർക്ക് അതിനുള്ള വീട്ടിലെ ഹൗസ് കീപ്പിങ്ങിനുള്ള ആൾ സൗകര്യം ഉണ്ടാവില്ല, ലേഡീസ് ആയിരിക്കും, ചിലപ്പോൾ അപൂർവം പേർക്ക് പറ്റാണ്ട് വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീം, മെയിൻ്റെനൻസ് ടീം പോവും, അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇരുമ്പിൻ്റെ ഇൻസിനറേറ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്, മൈൽഡ് സ്റ്റീൽ. കഴിഞ്ഞ ആ മൈൽഡ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ വർഷവും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എബോവ് 10 to 15 ഇയേഴ്സ് നമുക്ക് ലൈഫ് കിട്ടും. പക്ഷേ അകത്തുനിന്ന് ഒരിക്കലും ഇതിന് തുരുമ്പ് വരില്ല. അപ്പോൾ ഇത് വരുന്നതെല്ലാം പുറത്തുനിന്നാണ്. ആ പുറത്തുനിന്ന് വരാതിരിക്കാൻ വീട്ടിൽ നമ്മൾ ഗേറ്റും ഗ്രില്ലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഈ പെയിൻറ്റിന് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന MRFൻ്റെ HR പെയിൻ്റാണ്. ഈ പെയിൻറ്റിന് തന്നെ 1 ലിറ്ററിന് 1200 രൂപയോളം വിലയുണ്ട്. മാർക്കറ്റിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞങ്ങൾ കസ്റ്റമർക്ക് അത് ആവശ്യമുള്ളവർക്ക് അത് കാണിച്ചും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റ് 250 രൂപയ്ക്ക് ലിറ്ററിന് കിട്ടും. കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും അറിയാൻ പറ്റില്ല ഇതും കാഴ്ചയിൽ അലുമിനിയം പെയിൻറ്റ്, മറ്റതും അലുമിനിയം പെയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനം, ഇൻസിനറേറ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും അത് ബേൺ ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ചൂടാകുമ്പോൾ ഡാമേജ് വരാത്ത റിഫ്രാക്റ്റീവ് മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പ്രോപ്പർ റിഫ്രാക്റ്റീവ് മെറ്റീരിയൽസിന് ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുക, ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് പോലെ. അപ്പോൾ ആൾക്കാരൊക്കെ ഇത് വില കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് പുകയില്ലാത്ത അടുപ്പിനൊക്കെ ഉപയോഗിക്കുന്ന റിഫ്രാക്റ്റീവ് കോമ്പൗണ്ട്. ഞങ്ങൾ ഇതുവരെ വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ചിന്തിക്കുന്ന വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. അവർക്കിപ്പോൾ തന്നെ ഒരുപാട് R&D വഴി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പൊല്യൂഷൻ ഏകദേശം ഒരു 0% വരെ പൊല്യൂഷൻ നിയന്ത്രിക്കാൻ പറ്റുന്ന സംവിധാനം ഞങ്ങളിലുണ്ട്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. 2 സ്റ്റേജ് 3 സ്റ്റേജ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വാങ്ങുന്ന ഒരാൾക്ക് എത്രത്തോളം നമുക്ക് അതിന് അഡ്വാൻസ് ചെയ്തൊരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും, അതിലാണ് ഞങ്ങളുടെ ചിന്ത മുഴുവൻ. അല്ലാതെ വില കുറയ്ക്കുക എന്നല്ല. അതോടൊപ്പം പരമാവധി വില കുറച്ച് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എന്നാണ്. ചുരുക്കം പറഞ്ഞാൽ ഇൻസിനറേറ്ററുകൾ ഒരു BMW അല്ലെങ്കിൽ ബെൻസോ ആണ് മേഡയിൽ ഇൻസിനറേറ്റർ എന്നാണ് പറയുന്നത്. അത്രയും ഞങ്ങൾ പറയുന്നില്ല എങ്കിലും ഞങ്ങളെപ്പോലൊരു പ്രോഡക്റ്റ് കൊടുക്കാൻ ഒരാൾക്കും ഈ റേറ്റിന് പോലും പറ്റില്ല. കാരണം ഞങ്ങളെല്ലാം അതിൻ്റെ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്നാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി വേണം. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ മേടിക്കുമ്പോൾ നമുക്ക് മാക്സിമം പ്രൈസ് കുറച്ചാൽ കിട്ടാറുണ്ട്. എന്നിട്ടുകൂടെ ഞങ്ങൾക്ക് ഈ റേറ്റ് അഫോർഡബിൾ അല്ല. ഞങ്ങൾ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ റേറ്റിന് വരെ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ മറ്റുള്ളവർ ഇതിനേക്കാളും വില കുറയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ഉത്തരവില്ല. അല്ല, അന്ന് നമ്മൾ ചെയ്തപ്പോൾ അന്ന് ഷിബു സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ക്വാളിറ്റി തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഉപയോഗിച്ച ആരും തന്നെ മേഡലിനെ കുറ്റം പറയാൻ തോന്നില്ല. എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, അല്ലേ? നമുക്കൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു കൺസേൺ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അത് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്നത്, ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ദുബൈയിലാണ്, ബിജു എന്നാണ് പേര്. ബിജു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ മദറിലോ ഇപ്പം കിടപ്പിലാണ്. അപ്പം ഈ വെറ്റ് സാധനങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഒരു കിടപ്പ് രോഗിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ധാരാളം കാര്യങ്ങൾ, ഈ നനഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് കത്തിക്കാൻ വേണ്ടി ഈ മേഡലിനെ പറ്റി ചോദിച്ചാണ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ഞാനും മറ്റൊരു കാര്യം ആലോചിച്ചത്. നമ്മൾ ഈ വെറ്റ് സാധനങ്ങൾ കത്തിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും വിറകോ അല്ലെങ്കിൽ മറ്റേ ചിരട്ടയൊക്കെ ഇടേണ്ടി വരും. പക്ഷേ സിറ്റി താമസിക്കുന്നവർക്ക് അത് എളുപ്പമുള്ള കാര്യമല്ല. ചിരട്ടയൊന്നും നമ്മൾ കാണാറ് പോലും ഇല്ല എന്നുള്ളത് തന്നെ. ഇപ്പോൾ ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ ചിരണ്ടിയ തേങ്ങ വരെ കിട്ടുന്നതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു പരിഹാരം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പരിഹാരവും ഇന്നിപ്പോൾ കണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പിന്നിലുള്ളത്, അല്ലേ? നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അതായത് നിങ്ങൾക്കിപ്പോൾ ചിരട്ടയും അതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഗ്യാസ്, നിങ്ങളുടെ വീട്ടിലെ ഗ്യാസിൽ തന്നെ കത്തിക്കാൻ പറ്റുന്ന ഇൻസിനറേറ്ററാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും എന്താ പറയുക, ബഹിരാകാശത്തൊക്കെ ചെന്നല്ലോ കേട്ടോ. പലതരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിയുമ്പോഴത്തേക്കും വളരെ വ്യത്യസ്തമായൊരു ഫീല് തോന്നും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്, അല്ലേ? അതെ. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാമെന്ന് നമുക്ക് വിശദമായി ഇതിനെ ഒന്ന് കാണാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സാർ ചോദിച്ചില്ലേ ഇങ്ങനെ ഒത്തിരി നിരത്തി വെച്ചിരിക്കുന്നത് എന്താണ്? മെയിനായിട്ട് ഇതിൻ്റെ മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട്. കാരണം ഞങ്ങൾ ഞങ്ങൾ പ്രൊഡക്ഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് കസ്റ്റമറുമായിട്ട് അടുപ്പമുള്ളൂ. അപ്പോൾ അവർ ഒരുപാട് സംശയങ്ങൾ വിളിച്ച് അവരോട് ചോദിക്കാറുണ്ട്. അപ്പം അതിൽ കുറേയൊക്കെ സംശയങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, ആൾക്കാർക്ക് തീർക്കാമെന്ന് ലൈവിൽ കാണിച്ചു കൊടുക്കാനാണ് ഇത്രയും നമ്മൾ നിരത്തി വെച്ചിരിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സംഭവം വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ സാധാരണ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ടത്. ഒന്ന്, ഗ്യാസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്.
പിന്നൊന്ന് ഈ തലയ്ക്ക് മീതെ ഒരു വലിയൊരു സംഭവമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് ഇത് പുതിയ ഈ ഒരു പ്രൊഡക്റ്റ്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ താഴെ വെച്ചിരിക്കുന്നത് ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ? അതെ, ഇത് തൊട്ട് ഇതുവരെ. ഇത് തന്നെ 2 സ്റ്റേജ് ഇൻസിനറേറ്റർ ആണ്. ഇതിൽ മുമ്പുള്ളതിനേക്കാളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കമ്പഷൻ ബൂസ്റ്റിംഗ് ചേമ്പറാണ്. കമ്പഷൻ എന്ന് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അഡീഷണൽ ഫ്യൂവൽ കൊടുത്തിട്ടാണ്. അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ കത്തിക്കുമ്പം ഏറ്റവും സംഭവിക്കുന്ന പൊല്യൂഷൻ ഒരുപാട് കൂടുതലാണ്. ആ പൊല്യൂഷൻ കുറയുന്നത് അതിന് ഹൈ ടെമ്പറേച്ചർ കത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇൻസിനറേറ്റർ കത്തിക്കുമ്പോൾ തന്നെ ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മളത് കത്തിക്കുന്നത്. നോർമലി ഇപ്പോൾ അടച്ച് നമ്മൾ ഈ പറയുന്ന എക്സോസ്റ്റ് പൈപ്പും പല ടെക്നോളജി എയർ ട്യൂണിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അടച്ച് കത്തിക്കുമ്പോൾ തന്നെ പുറത്ത് കത്തിക്കുന്നതിനേക്കാളും ഹൈ ടെമ്പറേച്ചറിലാണ് അത് കത്തുന്നത്. ഇതെന്ന് പറയുന്നത് ഒന്നുകൂടെ അതിന് ഹൈ ടെമ്പറേച്ചറിൽ കത്തിക്കാൻ പറ്റും. അപ്പം നമ്മൾ സാധാരണ കത്തുന്നതിലും വളരെ ഹൈയിലാണ് ഒരു ഓർഡിനറി ഇൻസിനറേറ്റർ. അപ്പോൾ എത്ര വരെ ടെമ്പറേച്ചർ വരും അങ്ങനെ നമ്മളൊരു ഫ്യൂവലും കൂടെ കൊടുത്തു കഴിയുമ്പോൾ? നമുക്ക് 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ, 700 തൊട്ട് 850 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ നമുക്ക് ഇതിനെ ടെമ്പറേച്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ വെറ്റെന്നോ ഒന്നുമില്ല? ഒന്നുമില്ല. എല്ലാം വെറ്റെന്ന് വെച്ചാൽ അത് ചിന്തിക്കേ വേണ്ട. വെറ്റെന്നൊരു കൺസെപ്റ്റേ ഇല്ല. പക്ഷേ ലിക്വിഡ് ആകരുത്. ലിക്വിഡ് ഏതെങ്കിലും മറ്റൊരു ഫോമിലായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു സ്പോഞ്ചിൽ വെള്ളം മുക്കിയിട്ടു, കുഴപ്പമില്ല. വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ തീ കെട്ടുപോകും. അല്ലാണ്ട് ഒരു ഇത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ റിഫ്രാക്റ്റീവ് മെറ്റീരിയൽസ് ഒന്നും ഇവിടെ നമ്മൾ സാധാ ഓർഡിനറി മെറ്റീരിയൽസ് അല്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു കാലത്തും അത് ഡാമേജ് ആവില്ല. ആരെങ്കിലും കുത്തി പൊട്ടിക്കണം. അല്ലാണ്ട് ഇത് 1200 ഡിഗ്രി വിസ്റ്റാൻഡ് ചെയ്യും. ഓരോ വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ ഗ്രേഡിംഗ് ആണ് ടെമ്പറേച്ചർ. ഇതിൽ കത്തിക്കുന്നതെല്ലാം അടുത്ത് വലിയ പ്ലാന്റിൽ. അപ്പം വലിയ പ്ലാന്റിൽ കത്തിക്കുമ്പോൾ അത്രയും ടെമ്പറേച്ചർ അത്. അപ്പം നമ്മൾ 1200 1600 ആവും, 1400 ആവും. ഇപ്പോൾ സാർ കണ്ടില്ലേ, ഈ കെമിക്കൽ വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് റിഫ്രാക്റ്റീവ് കെമിക്കൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നേരെ ഇതിൻ്റെ അടുത്ത വലിയ സൈസിലേക്ക് പോകുമ്പം ഇത് കണ്ടോ, ഇത് റിഫ്രാക്റ്റീവ് ഫയർ ബ്രിക്ക് ആണ്. ഇത് വളരെ വില കുറഞ്ഞ സാധനം അവൈലബിൾ ആണ്. അത് മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. നമ്മൾ വാങ്ങുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ, അതായത് ഇതിനേക്കാളും കൂടുതൽ ഒരു 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വന്നാലും അത് വിസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും ഇൻഡസ്ട്രിയൽ യൂസിനാണ്. ഇത് ഈ ഇങ്ങോട്ട് കാണുന്ന എല്ലാം ഡൊമസ്റ്റിക് യൂസും. ഇതിന് മുകളിലേക്ക് നമുക്ക് ഒത്തിരി പ്ലാന്റ് ഉണ്ട്, അതെല്ലാം ഇൻഡസ്ട്രിയൽ യൂസിനാണ്. അപ്പോൾ അതങ്ങനെ. ഇനി ഇതെന്താണ് ഈ തലക്കെട്ട്? അതായത് നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെ ഇത് നമുക്ക് പൊല്യൂഷൻ പരമാവധി മൈനസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരു ഇൻസിനറേറ്റർ കത്തിക്കുമ്പോൾ തന്നെ പുറത്തിട്ട് കത്തിക്കുന്നതിനേക്കാളും പൊല്യൂഷൻ ഏകദേശം ഒരു 50% കുറവാണ് സാധാ ഇൻസിനറേറ്റർ കത്തിക്കുമ്പോൾ. അതിനെ നമ്മൾ ഒരു ബേർണർ വെച്ച് വീണ്ടും ഹൈ ടെമ്പറേച്ചർ ആക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 300 ഡിഗ്രിയിലാണ് ഓർഡിനറി ഇൻസിനറേറ്റർ കത്തിക്കുന്നതെങ്കിൽ അത് കത്തിക്കുമ്പോഴത്തേക്ക് ഒരു 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഈ 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വന്ന് കത്തുമ്പോൾ അപ്പോഴുള്ള പൊല്യൂഷൻ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതിൻ്റെ സ്മോക്കിനെ നമ്മൾ വീണ്ടും ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഫയർ ചെയ്യിക്കുകയാണ്. സ്മോക്കിനെ സാധാരണ ആൾക്കാർ കത്തിക്കുന്നത് വേസ്റ്റിനെയാണ്. നമ്മൾ വേസ്റ്റ് കത്തിയിട്ട് വരുന്ന സ്മോക്കിനെ വീണ്ടും ഫയർ ചെയ്യിക്കുകയാണ്. ആ ഫയറിംഗ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ പുതുതായിട്ട് നമ്മൾ R&Dയിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ഇതാണ്. ഇതിനെ നമ്മൾ ഹൈബ്രിഡ് കാർബൺ റിയാക്ടർ എന്നാണ് അതിൻ്റെ പേര്. വളരെ ചുരുങ്ങിയ ഇതൊക്കെ വലിയ പ്ലാന്റുകളിലാണ് മുമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളതിനെ ഒരു കോമ്പാക്റ്റ് ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്നും പുക ഇങ്ങനെ കയറി ഈ ചേമ്പറിൽ വരും. ഇവിടെ വെച്ച് വീണ്ടും ബേൺ ചെയ്യുന്നു. ഇവിടെ വേസ്റ്റ് കത്തുന്നു, അതിൽ നിന്ന് പുകയുണ്ടാവുന്നു. ആ പുക വീണ്ടും നമ്മൾ പുകയെ കത്തിക്കുകയാണ്. അതിനെ ഹൈ ടെമ്പറേച്ചറിൽ വീണ്ടും, ഇതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ പുറത്ത് ഇത് ഉദ്ദേശിക്കുന്നില്ല. ഇതിനകത്ത് സംവിധാനങ്ങൾക്ക് പലതും ഉണ്ട്, പലതും ഉണ്ട്. അപ്പം ഇത് അതിനെ ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ പൊല്യൂഷൻ വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ ഒരു 60% ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 80% മാറി. ഈ പുകയെ നമ്മൾ വീണ്ടും വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണ്. അതായത് കാർബൺ സോളിബിൾ ഇൻ വാട്ടർ എന്നാണ് പറയുന്നത്. കാർബൺ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ പുകയിൽ കാർബണിൻ്റെ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ വെള്ളം കൊണ്ട് നമ്മൾ കഴുകുകയാണ്. ആ വെള്ളത്തിൻ്റെ 2 ഔട്ട്ലെറ്റാണ് അത് വെള്ളം അകത്തേക്ക് കടത്തി വിട്ടിട്ട് ഈ സ്പ്രിങ്ക്ലർ ചെയ്തിട്ട് ആ പുകയെ കഴുകും, വാഷ് ചെയ്യും. ആ വാഷ് ചെയ്തിട്ട് ആ പുക ഡ്രെയിനിലേക്ക് പോകും. അപ്പം പുക 3ാമത്തെ സ്റ്റേജായി. ആ പുകയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. പിന്നെ വല്ല ഉണ്ടോ ബാക്കി? ഉണ്ടാവുന്ന വെച്ചാൽ വളരെ നിസ്സാരം ഉണ്ടാവും. ഒന്നിനും നമ്മൾ 0% എന്ന് പറയുന്നില്ല, എങ്കിലും
ഒരാൾക്ക് ഇതൊക്കെ സാധാരണ ഹൈ ഇൻഡസ്ട്രിയിലൊക്കെയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് കോമ്പാക്റ്റ് ആക്കി ഹൈബ്രിഡ് ടെക്നോളജിയിൽ നമ്മളിത് ഒരൊറ്റ യൂണിറ്റ് ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും വളരെ എഫക്റ്റീവ്, ചിന്തിക്കാൻ പറ്റാത്ത വിധം എഫക്റ്റീവാണ്. ഞങ്ങൾ അത്രമാത്രം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടാണ്. അതേസമയം ഇത് നാളെ ഇനി ഒരിടത്ത് ഇതുപോലൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പറയില്ല, ചോദിക്കരുത് ഇത് അതിന് വില കുറവാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒരു കുഴൽ പോലെ ഇരുന്നിട്ട് ഒരു ഗ്യാസ് പിടിപ്പിച്ചാൽ അതാവില്ല. നമുക്കിത് പാറ്റന്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ പാറ്റന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓൺ പ്രോസസ്സിംഗിലാണ്. അതിന്റെ പാറ്റന്റിന് വേണ്ടിയുള്ള ഇതാണ്. പിന്നെ ഇത് ആരും കയറി അനുകരിക്കരുത്, പാറ്റന്റ് ഉള്ളതാണ്, ഗ്യാസ് ആവും. പാറ്റന്റ് ഞങ്ങൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അതേപടി എങ്ങനെ, പക്ഷെ ആ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഞങ്ങൾ കൊടുക്കുന്നത് ഇത് പിന്നെ എങ്ങനെ പ്രൈസ് കുറയ്ക്കാമെന്നല്ല, മാക്സിമം പ്രൈസ് കുറച്ച് എത്ര നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഡൊമസ്റ്റിക് ആണോ? ഡൊമസ്റ്റിക് ആണ്. പക്ഷേ ഒരു വീട്ടിൽ ഇത്രയും വലിയൊരു ചേമ്പറിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ ഡയപ്പേഴ്സ് ബെഡ്റിനായിട്ടുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ടെങ്കിൽ അവർക്ക് 5ഉം 8ഉം 10ഉം ഡയപ്പേഴ്സൊക്കെ ഉള്ളവരുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു സാധനം വാങ്ങി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്കത് അപ്പോൾ ഒരു സ്യൂട്ടബിൾ പ്രോഡക്റ്റ് തേടി വരുന്ന ഒരാൾക്ക് ഡയപ്പേഴ്സിനാണ് കൂടുതൽ കൺസേൺ. ചിലർ പറയും ഞങ്ങൾക്ക് ഏക്കർ കണക്കിന് പറമ്പുണ്ട്, അല്ലെങ്കിൽ 10-50 സെൻറ്റ് അതിൻ്റെ കരിയിലേക്ക് കത്തിക്കണം. ചിലർ വന്ന് പറയാറുണ്ട് ഞങ്ങളുടെ ലോണിലെ പുല്ലൊക്കെ വെട്ടി ഗാർഡനൊക്കെ ഇത് ചെയ്യുന്ന വേസ്റ്റ്. അപ്പോൾ ഈ വോളിയം നമുക്ക് വേണ്ടി വരും. നമുക്ക് ഏകദേശം ഒരു ഇൻസിനറേറ്റർ നമുക്കുണ്ട്, പക്ഷേ വീണ്ടും പറമ്പിലിട്ട് കത്തിക്കേണ്ട അവസ്ഥ നമുക്ക് വരരുത്. അപ്പോൾ ഓരോ കസ്റ്റമർക്ക് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിന് യോജിച്ചൊരു സാധനം തിരഞ്ഞെടുക്കും. അപ്പോൾ ഇതിൽ എത്രത്തോളം നമുക്ക് വേസ്റ്റ് നിറയ്ക്കാൻ പറ്റും ഈ ഒരു ഇൻസിനറേറ്ററിൽ? ഇത് നമ്മൾ ഇതിനകത്ത് ഇവിടെയായിട്ട് ഒരു ഗ്രില്ലുണ്ട്, അതിന് മുകളിൽ ഇത്രത്തോളം നമുക്ക് ഒറ്റ സമയം ചെയ്യാം. ഇത് 20 kg കപ്പാസിറ്റിയാണ്. അതിന് എത്ര നേരം എടുക്കും, അങ്ങനെ ഒരു കണക്കുണ്ടോ? അത് ഈ നമ്മൾ വെറുതെ ഇട്ട് കത്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 5 മിനിറ്റ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്. അതേസമയം ഡയപ്പേഴ്സ് എങ്കിൽ ഇത് ഈ ഗ്യാസ് സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ, ബർണർ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമേ കത്തിപ്പോവുള്ളൂ. ആദ്യത്തെ ദിവസം കത്തും, അത് ഡ്രൈ ആവും, പിറ്റേ ദിവസമേ കത്തിപ്പോവുള്ളൂ ഈ ബർണറിൽ. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും അത്രയധികം ഗ്യാസ് കൺസ്യൂം ചെയ്യേണ്ടി വരുമോ? എന്താണ്? ഇല്ല, അത് നമ്മളിത് ആദ്യം ഒരു ഹൈ ടെമ്പറേച്ചർ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ ഡ്രൈ ആയി പോകും. പിന്നെ ഇത് ഓഫ് ചെയ്താലും നമുക്ക് കത്തിക്കാൻ പറ്റും. പിന്നെ നമ്മൾ തന്നെ ഓഫ് ചെയ്താൽ മതി. നമ്മൾ ഇത് കുറച്ച് ദിവസം ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ ഗ്യാസ് കത്തിക്കും പോലെയാണ്. ആദ്യം ഒരു പേടിയുണ്ടാവും. ഒരു ആഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന്. അപ്പം ആദ്യത്തെ സമയം കൺസ്യൂം ചെയ്യുന്ന ഒത്തിരി ഗ്യാസ് കൺസ്യൂം ചെയ്താലും ഒരാഴ്ച 2 ആഴ്ച അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ വളരെ നമ്മുടെ ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതൊന്നും ഇല്ലാണ്ട് ഇത് നല്ലോണം കത്തും. അതാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റു കാര്യം, അതായത് ഈ ഗ്യാസ് ഇല്ലാതെ ഈ ഒരു സംവിധാനം പറ്റുമോ? ഇല്ല, അത് പറ്റും. ഇതിന് ഗ്യാസ് മസ്റ്റാണ്. ഗ്യാസിലേക്ക് നമുക്ക് ഇവിടം വരെയുള്ള സംവിധാനമേ പറ്റുള്ളൂ. അതില്ലാത്തവർക്ക് ആ സംവിധാനം ഉപയോഗിക്കാൻ പറ്റും. വാഷ് ചെയ്യുന്ന അതുണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒരു അറ്റാച്ച്മെന്റ് ആണ്. ആവശ്യമുള്ളവർ മേടിച്ചു വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഇത് നമ്മൾ വീണ്ടും പുക കത്തിക്കുകയാണല്ലോ ഇത് ചെയ്യുന്നത്. അതെ, അതിന് പകരം അതില്ലാതെ ഗ്യാസും വെക്കുന്നില്ല, നമ്മൾ ഈ ഒരു കഴുകുന്ന സംവിധാനം മാത്രമല്ല തന്നെ 80% നമുക്ക് കുറയും. കാരണം കാർബൺ നമ്മൾ കഴുകുകയാണ്, ആ പുകയെ കഴുകിയായിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പൊ അതിലേക്ക് നമ്മളൊരു വാട്ടറിന്റെ വാട്ടർ ഇൻലെറ്റ് കണക്ട് ചെയ്യണം. അതെ, എന്നിട്ട് അതിന്റെ വേസ്റ്റ് വാട്ടറും നമ്മൾ ഡ്രെയിനിലേക്ക് കണക്ട് ചെയ്യും. റീസൈക്കിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. പല സംവിധാനത്തിൽ അത് ചെയ്യും. ശരി. അപ്പോൾ ഇതെല്ലാം അറ്റാച്ച്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇത്, അത് വേണമെങ്കിൽ അത്, ഗ്യാസ് വേണമെങ്കിൽ അത്, അങ്ങനെ ഇതൊന്നും വേണ്ട. ഇത് മാത്രം വാങ്ങുന്ന ആളിന് എപ്പോൾ വേണോ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഗ്യാസ് ബർണർ സിസ്റ്റം നമുക്ക് അറ്റാച്ച്. കാരണം നമ്മൾ അതിന്റെ തൊട്ട് ചെറിയ മോഡലാണ് ഇത്. അതേ സാധനം തന്നെയാണ്, വലിപ്പം കുറഞ്ഞതാണ്. അപ്പോൾ വീടുകൾക്കാണ് ഞങ്ങൾ ഇത് രണ്ടും കൊടുക്കുന്നത്. സാധാരണ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അടുത്ത് ഇവർ ഒരു 6 മാസം കഴിഞ്ഞ് പറയുകയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ബർണർ സംവിധാനം വേണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗ്യാസ് കിറ്റ് ഉണ്ട്, ആ കൊണ്ടുപോയി ഇതിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ 14 വർഷമായിട്ട് മേടയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഇൻസിനറേറ്ററിലെല്ലാം ഇത് കണക്ട് ആവും ഇപ്പം പറഞ്ഞാൽ? ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞില്ല, ഇത് ഞങ്ങൾ ഒരു 3 വർഷമായിട്ടുള്ളൂ ഈ സിസ്റ്റത്തിലേക്ക് കടന്നിട്ട്. മറ്റതിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ സാധനം നമ്മൾ ഫാക്ടറിയിലേക്ക് തിരിച്ചെടുത്തിട്ട് വീണ്ടും ചെയ്യണം. അതേസമയം ഒരു 3 വർഷത്തിന് ഇപ്പുറം മേടിച്ചിട്ടുള്ളൂ. അതായത് ഈ പോക്കറ്റ് സംവിധാനമുള്ള എല്ലാത്തിലും നമുക്ക് എപ്പോൾ വേണോ അറ്റാച്ച് ചെയ്യാം. അപ്പം നിങ്ങൾ 3 വർഷം മുമ്പാണ് വാങ്ങിച്ചെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് അറ്റാച്ച് ചെയ്യാം,
അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളും അതിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും അല്ലേ? അതെ. ഇപ്പം എന്തുകൊണ്ടാണ് വൈ ഷുഡ് ഐ ബൈ സ്റ്റീൽ പ്ലാന്റ് എന്ന് എന്താണ് ഉത്തരം? അതിന് പകരം നമ്മൾ ഇരുമ്പ് വേണ്ട, ഇത് മതി. ഇതിൻ്റെ തന്നെ ഇത് ഞങ്ങളുടെ പ്രീമിയം ക്വാളിറ്റിയാണ്. ഇതിൻ്റെ തന്നെ ഇരുമ്പ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു ലൈഫിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇത്രയും കിട്ടില്ലെങ്കിലും 10-15 വർഷത്തോളം ലൈഫ് കിട്ടും. പക്ഷെ നമ്മൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും പെയിന്റ് ചെയ്ത് കൊടുക്കണം. പെയിന്റിന്റെ വില കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതായിരിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെയിന്റ് അടിച്ച് കൊടുക്കാൻ പലരും ഇത് വാങ്ങി വെച്ച് ആദ്യത്തെ ഒരു വർഷം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ രണ്ടാമത്തെ വർഷം ആകുമ്പോൾ അത് കത്തുന്നുണ്ടല്ലോ, അങ്ങ് കത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിനൊരു പ്രോപ്പർ മെയിൻ്റെനൻസ് അവർ ചെയ്യില്ല. അങ്ങനെ വരുമ്പം അതിൻ്റെ ലൈഫ് കുറയും. എന്നാലും ഒരു 6-7 വർഷം എന്തായാലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാലും അതൊരു ലോങ് ലൈഫിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, തുരുമ്പിക്കുക എന്നൊരു കേടാവുക എന്നൊരു സംവിധാനം ഇതിനകത്തില്ല ഒരിക്കലും. അത് ഉറപ്പാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വില വ്യത്യാസം നോക്കിയാണെങ്കിൽ എത്ര % കൂടുതലുണ്ടാവും സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഇരുമ്പുമായിട്ട്? ഇരുമ്പുമായിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 30% അത്രേ ഉള്ളൂ. അത്ര വ്യത്യാസമുള്ളൂ. ശരി ശരി. ഇതിപ്പോ എന്താണ് ഇവിടെ ഇങ്ങനെ കാരണം ഇതുപോലെ ആയി പോകുമോ? ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും പറയാറുണ്ട് അവിടെ 6000 രൂപയ്ക്ക് അവിടെ കിട്ടുന്നു, 10000 രൂപയ്ക്ക് കിട്ടുന്നു, എന്ത് വ്യത്യാസം. നമ്മൾക്കിപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി ഓരോ R&Dയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടെ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളൊരു കടയിൽ വാങ്ങാൻ പോകുമ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. കസ്റ്റമർ ഒന്നും കാണുന്നില്ല, അടുത്ത് എന്താ സംഭവിക്കണമെന്ന് അവരെ അറിയുന്നില്ല. ഇതിനകത്ത് റിഫ്രാക്റ്റീവ് ഒന്നുമില്ല. വെറുതെ ഒരു ഇരുമ്പ് വളച്ച് ഒരു കോയിലും വെച്ച് നമ്മൾ ഇതിനകത്ത് നമ്മൾ വെച്ച് ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ടാ. പക്ഷെ ഞങ്ങൾ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ആൾക്കാരോട് നമ്മൾ പറയും റിഫ്രാക്റ്റീവ് ഒന്നുമില്ല. അപ്പം ഇതെന്ത് ചെയ്യും, ഒരു 2 മാസം കഴിഞ്ഞ സാധനമാണ് ഇതേ ഇരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് അത് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ താഴെ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ആ അകത്തുനിന്ന് പൊളിഞ്ഞിളങ്ങയാണ് പാളിയായിട്ട്. അതും ഈ പറയുന്ന ഒരു 2-3 മാസമേ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അത് നശിച്ചു പോകും. അപ്പൊ ആൾക്കാർ ഇത് കാണുമ്പോൾ കൊള്ളാമല്ലോ, 6000 അല്ലെങ്കിൽ 10000 അല്ലെങ്കിൽ 8000 മേടിച്ചിട്ട് പോകും. ഇതൊരു ഇൻസിനറേറ്റർ അല്ല. ഫസ്റ്റ് ഓഫ് ആൾ ഇത് വെറുതെ ഒരു ചെറിയൊരു ഇരുമ്പ് വളച്ച് ഒരു ഷേപ്പാക്കി വെച്ചിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന, പക്ഷെ അത് പ്രൊഫഷണൽസിനെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന മെയിൻ കമൻസ് ഇതെല്ലാമായിരുന്നു. അന്വേഷിച്ചപ്പോൾ മേഡലിന് വില കൂടുതലാണല്ലോ, അപ്പുറത്ത് ശശിയുടെ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ കുറവാണല്ലോ എന്നാണ്. അതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആയി തീരും 2 മാസം കഴിയുമ്പോൾ. 6 മാസം കഴിയുമ്പോൾ അതിലുണ്ടാവില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. അകത്തുനിന്ന് പാളി പോലെ ഇപ്പോൾ ഒരു ഹാമർ എടുത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്തുനിന്ന് പാളി പോലെ പൊളിഞ്ഞ് താഴേക്ക് വീഴും. അപ്പോൾ അത് കസ്റ്റമർ അറിയുന്നില്ല. കസ്റ്റമർ എപ്പോഴും കാണുന്ന ഇതാ, വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോഴാണ് കസ്റ്റമർ അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ പൊല്യൂഷനിൽ ഇത് ഹൈ ടെമ്പറേച്ചറിൽ ഇത് കത്തിക്കില്ല. ഇതിൻ്റെ വേറൊരു കാര്യം ഞാനിപ്പോൾ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് സാറിന് കാണിച്ചു തരാം. ഇതിൻ്റെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളിപ്പോവും. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വെളി വരുമോ ചൂട്? കൈ പൊള്ളുന്ന ചൂട് വരില്ല, ടെമ്പറേച്ചർ വരും. കണ്ടക്ഷൻ വഴി വരുന്ന ടെമ്പറേച്ചർ, അല്ലാതെ കൈ പൊള്ളി പോകുന്നൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. അതെ, ഭയങ്കര എന്ന് വെച്ചാൽ നല്ല അപകടമാണ്. പിന്നെ പൊല്യൂഷൻ അത് കൺട്രോൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേട്ട് കത്തിക്കുന്നത് ഇതിൽ മഴ നനയാതെ കത്തിക്കാന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പോകും. കാരണം ഇതിനകത്ത് ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്രാക്റ്റീവ് ഒന്നുമില്ല. വെറുതെ ഒരു കുഴൽ വളച്ച് ഒരു കുഴലും വെച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് പിന്നെ വരാറുണ്ട്. അത് ഒരിക്കൽ വൺസ് കേടായി കഴിയുമ്പം അവർ യൂസ്ഡ് ആവും. ഇത് കൊള്ളാമല്ലോ. പക്ഷേ ഞങ്ങളുടെ അടുത്ത് അവർ തേടി വരുന്നത് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് തേടിയിട്ടാണ്. അത് പിന്നെ ഞാൻ ഡെമോ ചെയ്യുമ്പം സാറിന് മനസ്സിലാക്കി തരാം. അതുപോലെ നമ്മൾ അങ്ങേറ്റത്ത് കാണുന്നതാണ് പരമ്പരാഗത ഇൻസിനറേറ്റർ അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോൾ ഇതൊരു വലിയ പറമ്പാണ്. ഈ വലിയൊരു പറമ്പിൽ ഞാൻ എന്തിനാണ് ഇൻസിനറേറ്റർ വാങ്ങിച്ചു വെക്കുന്നത്? എനിക്ക് ഇതുപോലത്തെ ഒരു സാധനം വീടിൻ്റെ മൂലം വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ ഇത് വെച്ച് കത്തിച്ചാൽ പോരെ? എന്തിനാണ് ഒരു ഇൻസിനറേറ്റർ? ഇൻസിനറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓപ്പൺ ഫയറിങ് നിയമവിരുദ്ധമാണ്. 2, എത്രയോ പേര് ഓപ്പൺ ഫയർ ചെയ്ത് അതിലേക്ക് വീണിട്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒത്തിരി പേരെ അറിയാം എനിക്ക്. അവർക്ക് കാഷ്വാലിറ്റി ഉണ്ടാകാനും കൈ ബേണായി പോകാനും ഒത്തിരി അപകടങ്ങൾ വരാറുണ്ട്. പിന്നെ ഇത് ഒരു ഓപ്പൺ ഫയറിങ് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ, അതിലുണ്ടാക്കുന്ന ഈ പുക, ഈ കത്തുന്ന സാധനങ്ങൾ അപ്പുറത്തേക്ക് പറന്ന് ചെന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്, തൊട്ടടുത്ത ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ അതൊക്കെ വളരെ അപകടമാണ്. കരിയില പറന്ന് അങ്ങോട്ട് പോകാം. പിന്നെ മഴയത്ത് ഇതിനകത്ത് കത്തിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും. കേരളത്തിലാണെങ്കിൽ 8 മാസം മഴ ആയതുകൊണ്ട് ഇൻസിനറേറ്റർ മസ്റ്റാണ് ഇപ്പോഴത്തെ അല്ലേ? ശരിക്കും തീർച്ചയായും. അപ്പോൾ അത് ഇതിൽ കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ സാറിന് അതിൻ്റെ ഒരു ഡെമോ ചെയ്ത് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കി തരാം. അപ്പോൾ ഇത് പിള്ളേരൊക്കെ ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പൺ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കത്തി കഴിയുമ്പോൾ പിന്നെ ഇത് തൊടാൻ പറ്റില്ല. അത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പിള്ളേർ അതിലേക്ക് വീഴുകയോ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ ഈ പുക പേപ്പർ എന്തെങ്കിലും കത്തി പറന്ന് നിന്ന് അപ്പുറത്ത് വീണ അവിടെ ഭയങ്കര ഇതാണ്. നമ്മുടെ ഇൻസിനറേറ്ററിൽ എന്താണ് കത്തിക്കാൻ പറ്റാത്ത സാധനമുള്ളത്?
ലിക്വിഡായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ചോറ്, സാമ്പാർ, ഇങ്ങനെ ലിക്വിഫൈഡ് ആയിട്ടുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ ഈ സാമ്പാർ എന്ന് പറയുന്നത് ചോറിൽ ഒഴിച്ച് വെച്ചാൽ കത്തുവോ? ഇല്ല, കത്തില്ല. അതൊരു ലിക്വിഡ് ഫോം ആയിരിക്കുമല്ലോ. മറ്റേ അതേസമയം ഇപ്പോൾ ഡയപ്പർ, പാമ്പേഴ്സ്, അതിൽ 1 ലിറ്ററുള്ള യൂറിൻ കണ്ടന്റ് ഉണ്ടാവും. പക്ഷെ അതിലിരിക്കുന്നത് ഒരു വാട്ടർ ജാക്കറ്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തുനിന്ന് ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഈ ഹീറ്റിനെ ഇവോപ്പറേറ്റ് ചെയ്ത് ഈ മോയ്സ്ചറിനെ കളയാൻ പറ്റും. വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ, മഗ്ഗിൽ കൂടെ എടുത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ അത് വേറൊരു ലിക്വിഡ് ആണെങ്കിലും വേറൊരു ഫോമിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അഡീഷണൽ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ട് കത്തിച്ച് കളയാം. ഈ മീറ്റൊക്കെയാണ് ഇപ്പം പഴകിയ ഒരു ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ്, അത് കത്തുവോ? ചിക്കൻ കറി കത്തില്ല. അതേസമയം ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടായാൽ ബർണർ ഉള്ളതാണെങ്കിൽ വീണ്ടും കത്തിപ്പോവും. മറ്റേതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1 ദിവസം കത്തിയില്ല, 2 ദിവസം കത്തിയില്ല, 3-ാമത്തെ ദിവസം അത് കത്തിപ്പോവും. എന്തായാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മൾ കത്തിക്കാൻ പാടില്ലല്ലോ. അല്ല, കത്തിക്കാൻ പാടില്ല. അത് ഭയങ്കര പൊല്യൂഷൻ, തീർച്ചയായും അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് എൻകറേജ് ചെയ്യുന്നില്ല. ആൾക്കാർ ഉപയോഗിക്കരുത് എന്ന് ഞങ്ങൾ പറയും, പക്ഷെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കാറില്ലല്ലോ. ഉപയോഗിക്കരുതെന്ന് പറയും, പക്ഷെ ഞങ്ങൾക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ അഡ്വൈസ് ചെയ്യും, ഞങ്ങളുടെ വാറണ്ടി കാർഡിലും ഞങ്ങളുടെ ബ്രോഷറിലൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് ഞങ്ങൾ എഴുതി. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ, ആ കോട്ടിങ്ങിന് ഡാമേജ് ഒന്നും വരില്ല. ഇൻസിനറേറ്ററിന് ഉള്ളിൽ യാതൊരു ഡാമേജും വരില്ല. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ ദീപാവലി കുറേ പടക്കം കത്തിച്ചു, കുറേ കത്താതെ കിടന്നു, ആ സാധനം കൊണ്ട് നമ്മൾ അടിച്ചു വാരി പിറ്റേ ദിവസം ഇതിനകത്ത് ഇട്ട് കത്തിക്കുന്നു, എക്സ്പ്ലോഷൻ നടന്നു. ആ എക്സ്പ്ലോഷൻ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ മാത്രമേ ഡിയോഡ്രൻറ്റ് ബോട്ടിൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിയോഡ്രൻറ്റ്, അതായത് ഉള്ളിൽ ഗ്യാസുള്ള, അതായത് ഫ്ലമ്മബിൾ ആയിട്ടുള്ള ഗ്യാസുള്ള ബോട്ടിൽസ് അതിനകത്ത് ഇടാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ബോഡി സ്പ്രേ ഒക്കെ ആണെങ്കിൽ തീർന്നത് പോലും ഇടരുത്. തീർന്നിടാം. അകത്ത് ഇത് വരുമ്പോഴാണ് അതൊരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന, ഫയർ ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് എക്സ്പ്ലോഷൻ. അപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യുമ്പം ആ വൈബ്രേഷനിൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ അടർന്ന് പോവാം. ഈ കോട്ടിങ്ങിന് നമ്മൾ അല്ലാതെ വേറെ യാതൊരു മെയിൻ്റനൻസും ഇല്ല, ഒന്നുമില്ല. അത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന മാനുഫാക്ചറിങ് ടൈമിലാണ്. വൺസ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ഒരു ലോങ് ഡ്യൂറേഷൻ ലൈഫ് സ്പാൻ വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് അതിൻ്റെ ബോഡി ഉണ്ടാക്കുക, അതിനുപയോഗിക്കുന്ന റിഫ്രാക്റ്റീവ്, ഹൈലി ഗ്രേഡ് ഉള്ളതും ഹൈലി ക്വാളിറ്റി ഉള്ളതുമായ റിഫ്രാക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അതിൽ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന മെഷും മറ്റ് ഇപ്പോൾ ബർണറായാൽ പോലും ഞങ്ങൾ ഈ കൊടുക്കുന്ന ബർണർ എന്ന് വെച്ചാൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഏറ്റവും നല്ല കമ്പനിയുടെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പം തീർച്ചയായും അതിന് ഡ്യൂറേഷൻ. പിന്നെ ഇത് മേടിച്ച് വെച്ചിട്ട് ഇതിനെ ചുരണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. ശരിയാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ ഇപ്പം പുതിയ പ്രൊഡക്റ്റ് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ അന്ന് ചെയ്തത് പെരുമ്പാവൂരായിരുന്നു. പെരുമ്പാവൂർ നമ്മൾ സാധാരണ ഇൻസിനറേറ്ററിൽ വേസ്റ്റ് ഒക്കെ ഇട്ട് കത്തിച്ച് കാണിച്ചിരുന്നു. നമുക്കിനി ഏറ്റവും പുതിയ സംവിധാനത്തിൽ ഒന്ന് വേസ്റ്റ് കത്തിച്ച് കാണാം. ഗ്യാസ് കൊടുത്തിട്ടൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസിനറേറ്ററിൽ കത്തിക്കുന്നതിന് മുമ്പ് ഇതാണ് സാധാരണ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന ഒരു പരിപാടി. അതായത് ഇതുപോലൊരു വീപ്പ അല്ലെങ്കിൽ ഒരു കിണറിൻ്റെ മറ്റേ ഒരു റിങ് എടുത്ത് എന്തെങ്കിലും ഒരു വെസൽ പോലെ കത്തിക്കുക. 2-3 കാര്യങ്ങളാണ്. ഒന്ന് ഇതേ ഇഷ്യൂ, അതായത് ഇപ്പം തന്നെ ഇതിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ വയ്യ. അതേ നമുക്ക് ഇതിനെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഒന്ന് പോകുക, അതിനേക്കാളും ചൂട്. പിന്നെ അയൽവക്കക്കാരുടെ ചീത്തവിളി വേറെ കിട്ടും. ഇതെല്ലാം കൂടി പൊങ്ങി വരുമ്പോൾ പിന്നെ ഇതൊട്ടും ഡ്യൂറബിൾ സാധനമൊന്നും അല്ല, എപ്പോഴും നിങ്ങളിത് മാറ്റേണ്ടി വരും. ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. വളരെ നിസ്സാര സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റും. അതും പോയിട്ട് ഇത് നമ്മളെ പറമ്പിൽ ചാരാവണില്ല എന്ന് മാത്രമേ ഒരു കാര്യമുള്ളൂ. കാരണം ഈ പുക അന്തരീക്ഷത്തിൽ ഇതേപടി പോവുകയാണ്. വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറാണ്. രണ്ടാമത് മഴയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തൊന്ന് തൊട്ട് നോക്കി, ഇപ്പം മഴ പെയ്തു, ഇപ്പം അതേ 2 മിനിറ്റ് ആകും മുമ്പേ ഇത്രയും ചൂടുള്ള ഒരു സാധനം ഒരു മഴ വന്നാൽ പോലും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല. നമ്മളിത് കത്തി തീർന്നാലും ഇവിടെ വെച്ചിട്ട് പോകും. പിള്ളേർ നോക്കുമ്പോൾ തീയൊന്നും പുറത്ത് കാണാനില്ല. അവർ ഓടി വന്ന് പിടിച്ചു കഴിഞ്ഞാൽ കൈ സ്റ്റിക്ക് ചെയ്ത് അതിനകത്തിരിക്കും. ശരിയാണ്. വളരെ അപകടമാണ് ഇത്. ഒരിക്കലും ഓപ്പൺ ഫയർ നമ്മൾ ചെയ്യാൻ പാടില്ല. തുറന്നിട്ട് ഒന്നിലും കത്തിക്കാൻ പാടില്ല. പിന്നെ ഉണ്ടാകുന്ന അപകടം, ചൂടായിരിക്കുമ്പോൾ ചെന്ന് കുഞ്ഞുങ്ങൾ പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അറിയാണ്ട് തീയൊന്നുമില്ലോ, ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാന്ന് പറഞ്ഞ് എടുത്ത് വെക്കുമ്പം ഭയങ്കരമായിട്ട് അപകടമാണ്. പിന്നെ ഈ പറയുന്ന സ്മോക്ക് നമ്മുടെ ബ്രീത്ത് ചെയ്യുന്ന ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഇഷ്യൂ ആണ്. ഇത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്, ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. അടുത്ത് എന്താണ് നമ്മൾ ചെയ്യുന്ന അടുത്തൊരു കാര്യമാണിത്. ഇത് ഇൻസിനറേറ്ററിന്റെ ഷേപ്പ് എന്നേ ഉള്ളൂ, പക്ഷെ ഇതൊരു ഇൻസിനറേറ്ററല്ല. വെറുതെ മഴ നനയാതെ ഒരു ചെറിയൊരു കൂടാണ്. തീർച്ചയായും ഇത് ഞാൻ സാറിന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് വേണമെങ്കിൽ വില കുറച്ച് കിട്ടാവുന്ന ഒരു സാധനം അല്ലേ?
ഈ ആളുകൾ വില കുറച്ച് കിട്ടുന്നു എന്ന് പറയുന്നത് ഇങ്ങനത്തെ പ്രോഡക്റ്റുകളാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിഫ്രാക്റ്റീവ് മെറ്റീരിയൽ, ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഉണ്ടാകുന്ന ഇതെല്ലാം വെച്ചിട്ടാണ് ഈ വെറുതെ ആരും കൊടുക്കില്ലല്ലോ, അവർക്കൊരു മാർജിൻ ഇല്ല. അവരത് കൊടുക്കുന്നെങ്കിൽ ആ രീതിയിലായിരിക്കണം അതിൻ്റെ ഒരു ഞങ്ങളിതുവരെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഞങ്ങളിതെല്ലാം ഞങ്ങൾ സ്വയം ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാറ് ഇത് കണ്ടോ, ഇത് കത്തുന്നുണ്ട്. ഞാൻ സാറിനത് കാണിച്ചു തരാം. നോക്കി നല്ല ചൂടായി. ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയില്ല, ഇങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓടിച്ചൊന്ന് കയറി പിടിക്കാം. നമ്മൾ പോലും വലിയൊരു ശ്രദ്ധിക്കാതെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് കയറി പിടിച്ചു കഴിഞ്ഞാൽ കൈ ഇതിനകത്ത് സ്റ്റിക്കായിട്ട് ആ ടെമ്പറേച്ചറിനെ സാധനം നോക്കിയേ. ശരിയാണ്. തന്നെയല്ല, ഇപ്പൊ അത് വേണേ പറമ്പിന്റെ ഒരു മൂലമായിരിക്കും, ഇത് ചെറിയ സ്പേസ് ഉള്ള സ്ഥലത്തായിരിക്കും കുട്ടികൾ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം തന്നെ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പറയും പോലെ ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം ഇൻസിനറേറ്ററാണ് എന്ന് ധരിക്കരുത്. അല്ല, അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. വെറുതെ അപ്പുറത്തെ വീട്ടിൽ ഒരെണ്ണം ഇരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു വെച്ചു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഉപയോഗം നമുക്ക് നടക്കണം. തന്നെയല്ല, എനിക്ക് മനസ്സിലായപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കിയാണ് നമ്മൾ ഓരോ ഘട്ടമായിട്ട് മാറ്റി. ഞങ്ങൾ 8 സ്റ്റേജിൽ ഇപ്പം തന്നെ ഞങ്ങൾ 8 സ്റ്റേജിൽ ഇതിൻ്റെ ക്വാളിറ്റിയെ നോക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ തുടക്കത്തിൽ പരീക്ഷിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റാണ് സാർ. ഈ അറ്റം തൊട്ട് അങ്ങറ്റം വരെ നോക്കിയാൽ സാറിന് അത് മനസ്സിലാവും. ഇത് ആ ഒരു എവല്യൂഷൻ. അതെ, അത്രയും ഞങ്ങളുടെ ഏറ്റവും അഡ്വാൻസ്ഡ് പ്രോഡക്റ്റാണ് ഇതേ ആയിരിക്കുന്നത്. പിന്നെ അതിലേക്ക് പോകാം അല്ലേ? ഓക്കെ സാർ. അപ്പോൾ നമ്മളിപ്പം ഗ്യാസ് ഫിറ്റ് ചെയ്യാണ് അല്ലേ? ഇപ്പം നമ്മൾ ഗ്യാസിൻ്റെ ബർണർ ഫിറ്റ് ചെയ്യാണ്. ഇതെല്ലാം സ്കിൽഡ് ടെക്നീഷ്യനും ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയറാണ് മിസ്റ്റർ ജോസ് കേപ്പൂർ. അപ്പുറത്തുള്ളത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജറാണ്, ആള് കോയമ്പത്തൂരിലുള്ളതാണ്, കണ്ണൻ എന്നാണ് പേര്. ഇതൊക്കെ ഞങ്ങളുടെ സ്കിൽഡ് വർക്കേഴ്സാണ്. 8 വർഷമായ ആളാണ് ഇത്. ഫാക്ടറി എല്ലാം ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന തൊട്ട് കസ്റ്റമറുടെ വീട്ടിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ കമ്പനിയുടെ ഡയറക്റ്റ് എംപ്ലോയീസാണ്. ഓഫീസിൽ ഇരിക്കുന്ന ഒരു ഡയറക്റ്റ് എംപ്ലോയീസാണ്, മാനുഫാക്ചർ ചെയ്യുന്ന ഡയറക്റ്റ് എംപ്ലോയീസാണ്. ഇൻസ്റ്റലേഷന്, മെയിൻ്റനൻസ് എല്ലാം അതിൻ്റെ ഗുണം നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ആ ട്രെയിനിങ് കിട്ടുന്ന ഒരു ആ ക്വാളിറ്റി നമുക്ക് വേറെ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൊഡക്ഷൻ എന്താണെന്നുള്ള ട്രെയിനിങ് ഞങ്ങൾ ഇരിക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ആരും എല്ലാ സ്റ്റാഫും ഏകദേശം 8 വർഷം 10 വർഷമായവരെ ഞങ്ങളുടെ ഓഫീസുകളിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇത് നമ്മൾ പെർമനന്റ്ലി ഫിക്സ്ഡ് ആയിട്ടല്ലേ വെക്കാറുള്ളത് ഗ്യാസ് കുറ്റി അല്ലേ? പക്ഷെ സിലിണ്ടർ നമുക്ക് എപ്പോഴും എടുത്ത് മാറ്റാം. അത് വെറുതെ വീട്ടിലെ ഗ്യാസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ. അപ്പോൾ വീട്ടിൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നത് കുറ്റി തന്നെ ഇതിന് ഉപയോഗിച്ചാൽ മതി. പക്ഷെ എനിക്ക് അതിന്റെ ലീഗൽ സൈഡ് എനിക്ക് അറിയില്ല. കൊമേഴ്സ്യൽ യൂസിന് നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കാമോ എന്ന് അറിയില്ല. പക്ഷെ ഏത് ഗ്യാസും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അതേസമയം ഞങ്ങൾക്ക് അറിയില്ല ഈ ഇൻഡസ്ട്രിയൽ ഏത് വീട്ടിലെ ഗ്യാസ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാമെന്ന് അറിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ഒരു കുറ്റി അങ്ങ് വാങ്ങിച്ചു വെച്ചാൽ മതി. ഞങ്ങൾ ഈ സിസ്റ്റത്തിൽ ഏത് സിലിണ്ടർ വേണോ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് നിറച്ചു. ഇനി എന്താണ് അടുത്ത പരിപാടി? ഇതിൻ്റെ അടുത്ത പരിപാടി നമുക്ക് ബർണർ കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വാൾവ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ നമ്മൾ ഗ്യാസ് കത്തിക്കാത്ത ആരും തന്നെ ഇല്ല. സിമ്പിൾ മെത്തേഡാണ്. ഇതെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. നോർമൽ കേസിൽ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ സിലിണ്ടർ തുറക്കണു. അടുത്ത് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വാൾവ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഗ്യാസ് കയറി വരും. അപ്പോൾ ആ ഗ്യാസിനെ നമ്മൾ ഫസ്റ്റിൽ ഫയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. വന്നു. എന്നിട്ടൊന്ന് കൂട്ടി കൊടുക്കുക ഗ്യാസിന്റെ. നമ്മൾ വീട്ടിൽ ഇത് കൂട്ടുന്നത് പോലെ കൂട്ടി കൊടുത്താൽ മതി. ഇനി അകത്തേക്കൊന്ന് ഡോർ അടയ്ക്കണോ? ഇപ്പോൾ നന്നായിട്ട് കത്തി കഴിഞ്ഞു അല്ലേ? ഇപ്പൊ തന്നെ പോട്ടപ്പെടാനാണ്. ഇപ്പൊ ശരിക്കും പുക വെളിയിലേക്ക് വരുന്നു അല്ലേ? നമ്മൾ അടയ്ക്കണം, അടച്ചു കഴിയും. പുകയൊക്കെ പോയി. ഇപ്പൊ ഒന്ന് നോക്കിയേ സ്മോക്ക്. ഇപ്പൊ പക്ഷെ ശരിക്കും ഇവിടെ വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും മുകളിൽ ഒരു തരി പുക വരുന്നില്ല അല്ലേ? ഇത് കണ്ടോ, ഈ അവിടെ പുക വരാത്തപ്പോഴും ഇതിനുള്ളിൽ നോക്കിയേ. ഇത്രയും തീയുള്ളപ്പോഴാണ് പുകയില്ല. ഇത്രയും ഉള്ളപ്പോൾ മുകളിൽ പൊട്ടും പുക വരുന്നില്ല. ഉണ്ടോ? ഇല്ല, തീരെ. പിന്നെ ചില സാധനങ്ങൾ കത്തിക്കുമ്പോൾ അത്രമാത്രം ഉള്ളിടത്ത് ചെറുതായിട്ട് വരും. പക്ഷെ അതോടൊപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറിപ്പോവും. അതെ,
അതുമില്ല, 0 0 ഇതിലേക്ക് വരും. ഓ ഓ ഓ. അപ്പം ഇത് ആദ്യം ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് അഡീഷണൽ കൊടുത്തിരിക്കുന്ന ഒരു ഫ്യൂവലാണ്. ഇതില്ലെങ്കിൽ ഇത് പറഞ്ഞതുപോലെ നമുക്ക് നല്ലോണം കത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വാട്ടറിൻ്റെ കൂടെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ഇത് നമ്മൾ കൺട്രോൾ ചെയ്യണോ? വേണ്ട, നമ്മളത് വാൾവ് ഇതിൽ നമ്മൾ വീട്ടിൽ ടാപ്പുമായിട്ട് കണക്ട് ചെയ്യും. ജസ്റ്റ് ടാപ്പ് തുറക്കുക കത്തിക്കുന്ന സമയത്ത്, കത്തിച്ച് കഴിഞ്ഞിട്ട് കത്തി തീരുമ്പോൾ ടാപ്പ് അടയ്ക്കുക. അത് അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതെല്ലാം തന്നെ ഇതിൻ്റെ സ്പ്രിംഗ് ഇതിൻ്റെ ഉള്ളിലുള്ള തണുത്ത് മരവിച്ചായിരിക്കും ഇത്രയും കത്തിയിട്ടും നമ്മൾ അവിടെ വെള്ളം ഒഴിച്ചപ്പോൾ ഇത് കണ്ടോ. അടിപൊളി. ശരി, വളരെ സേഫാണ് കുട്ടികൾക്കൊക്കെ അല്ലേ? 100% സേഫാണ്. ഇതൊന്ന് നോക്കി അകത്ത് കത്തുന്ന നോക്കിയേ, അകത്തേക്ക് ഇരുന്നു, താഴേക്ക് ഇരുന്നു അല്ലേ? കത്തി കഴിഞ്ഞു. അത് ഇപ്പൊ പുക ഉള്ള എന്തെങ്കിലും കത്തിച്ചാൽ പോലും ചൂട് വരില്ല, വേസ്റ്റ് കത്തിച്ചാലും വരില്ല. പിന്നെ മണിക്കൂറുകൾ കത്തിക്കുമ്പോഴത്തേക്കും ചൂട് വന്നാൽ പോലും നമുക്ക് കൊള്ളുന്നില്ല, നമുക്ക് സെൻസ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അതെ, ഇപ്പൊ തന്നെ എത്ര സമയം ഇത് കത്തുന്നു. ഒരു ചെറിയ ചൂട് ഇതിന്റെ ഇതിൽ മാത്രം ചെറിയൊരു ചൂട് തോന്നുന്നു, വേറെ ഒന്നുമില്ല. അതും നമുക്ക് പിടിച്ചോണ്ടിരിക്കാവുന്ന ചൂടല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ നമുക്ക് അതിൽ പിടിക്കാൻ പറ്റും? അത് പിടിക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും. നല്ല ഗംഭീര ടെക്നോളജിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ കാര്യം ഇപ്പൊ ഇതിന്റെ ഈ കാണുന്ന പോക്കോടുണ്ടല്ലോ, ഇതിന്റെ ലെങ്ത് തീരുമാനിക്കുന്നത് നമ്മുടെ വീടിന്റെ ഒരു അവസ്ഥ വെച്ചാണോ? അത് അവസ്ഥ വെച്ചാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇതിന്റെ ഇപ്പൊ സാറ് കണ്ടില്ല ഇത്രയും കത്തുമ്പോഴുണ്ടാകുന്ന പുക ഇത്രയേ ഉള്ളൂ. പക്ഷെ ചില കസ്റ്റമർ പറയും എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണമെന്ന് വെച്ചാൽ ഇത് എത്ര അടി ഉയരത്തിൽ വേണോ നമുക്ക് ആക്കാൻ പറ്റും. അപ്പൊ അത് അത്രയും ഉയരത്തിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും അതിന്റെ ഇത്. അതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണോ ഇത് വെക്കാൻ? ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മഴ സീസണാണ് സാർ. നോക്കി നമ്മൾ വേനൽക്കായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു സ്ഥാപനത്തിലോ വീട്ടിലോ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈ ആയിരിക്കും. ഈ ഉപകരണത്തിന് ഇപ്പം 420 കിലോ ഉണ്ട് ഈ ഉപകരണത്തിന്, 240 കിലോ ഉണ്ട് ഈ ഉപകരണത്തിന് അപ്രോക്സിമേറ്റ്ലി. ഇത് നമ്മൾ ഡ്രൈ ആയി കിടക്കുന്ന ലാൻഡിൽ കൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. മഴ പെയ്ത് വരുമ്പം ഈ വെയിറ്റ് കൊണ്ട് ഒരു സൈഡ് താഴും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കസ്റ്റമറോട് പറയും ഇങ്ങനെ ഒരു സ്ലാബ് പുറത്ത് വാങ്ങാൻ കിട്ടും. അത് കമ്പനി തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അവർക്ക് വേണമെങ്കിൽ. ആ സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും, ഒരിക്കലും ഒന്നും ചെയ്യില്ല. അതേസമയം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ വേനൊക്കെ വെച്ചു, ഇപ്പം നമ്മൾ കാല് കൂട്ടിയ കാല് പൂണ്ടു, അതുപോലെയാണ് ഇത്. പക്ഷേ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ഹൈറ്റിൽ കുറച്ചുകൂടെ ഹൈറ്റ് വേണം, ഇടാനായിട്ടുള്ള ഹൈറ്റ് വേണമെന്ന്. അല്ലാതെ തന്നെ ഉപയോഗിക്കാം. അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കും. അപ്പോൾ അവരുടെ ലോക്കൽ മേസന്, ഞങ്ങളുടെ മേസനൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ട്രിവാൻഡ്രത്ത്, പിന്നെ കോഴിക്കോട്, ഇങ്ങനെ കേരളം മൊത്തം ചെയ്യുന്നുണ്ട്, മറ്റ് ഇൻഡസ്ട്രേറ്റുകളിൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും ചെന്ന് ഞങ്ങളുടെ മേസനെ കൊണ്ട് ഇത് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞങ്ങൾ മെഷർമെൻറ്റ് കൊടുക്കും, ലോക്കൽ ടെക്നീഷ്യൻസിനെ കൊണ്ട് നമ്മളത് ചെയ്യിക്കും. ഞങ്ങളുടെ ആൾക്കാർ പോകുമ്പോഴത്തേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി നമുക്കിനി ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള കാര്യം ഇവിടെ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്യാസ് കണക്റ്റഡ് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ കൂടുതൽ ഇപ്പോൾ പറഞ്ഞു ഇത്രയും ഗുണങ്ങൾ ഉണ്ട് ഒരു ഗ്യാസ് കണക്റ്റഡ്, അല്ലെങ്കിൽ ഈ ടെർമിനേറ്ററും അതുപോലെ തന്നെ ഈ വാട്ടർ വെച്ചിട്ടുള്ള കൂടുതൽ പൊല്യൂഷൻ കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതിന് കൂടുതൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതല്ലാതെയുള്ള ധാരാളം മോഡലുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാൽവ് തുറന്ന് മേൽഭാഗത്ത് അടുത്ത ഫയർ കൊടുത്തിരിക്കുകയാണ്. അത് പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ പുക വീണ്ടും ഒന്നുകൂടി ഒന്ന് കത്തിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിപ്പം നമ്മൾ കത്തിച്ച് തുടങ്ങിയിട്ട് എത്ര നേരം കഴിയുമ്പോഴാണ് അത് അവിടെ ഫയർ ചെയ്യേണ്ടത്? നമ്മൾ ഉടൻ തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, പല സംവിധാനങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ ബർണർ മാത്രമേ കാണിക്കുന്നുള്ളൂ, പല സംവിധാനങ്ങൾ നമ്മൾ അതിനകത്തുണ്ട്, ചെയ്തിട്ടുണ്ട്. എക്സ് ഫോർമുല ഉണ്ട് അതിനകത്ത് അല്ലേ? അപ്പോൾ അത് ഈ പുക ഇപ്പോൾ അതിൻ്റെ അകത്തിട്ട് വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ എമിറ്റ് ചെയ്യണ പുകയെ വീണ്ടും നമ്മളത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തിക്കാൻ അതിനുള്ളിൽ വേറെ സംവിധാനങ്ങളുണ്ട്, അതൊന്നും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ പുക ഇപ്പോൾ അതിൻ്റെ മുകളിലെത്തുന്നു, അത് വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഫ്ലെയിം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് നമ്മളിത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഫുൾ കത്തി തീർന്നോന്ന് നോക്കിയിട്ടാണോ? അല്ല, നമുക്കിപ്പോൾ ചൂടായി അകത്തെ വെറ്റൊക്കെ മാറിയെങ്കിൽ അപ്പോൾ അടച്ചിട്ടിട്ട് പിന്നെ താനെ കത്തിക്കോളും. എന്നിട്ട് അത് മാത്രം വേണമെങ്കിൽ നിലനിർത്താം ആ ഗ്യാസ്. എങ്ങനെ വേണം, ഇത് എന്ത് വേണം, നമ്മുടെ യൂസാണ്. നമ്മുടെ ആവശ്യം റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് നമ്മളെ ഓൺ ഡിസിഷൻ എടുക്കാം. ആ ഡയപ്പേഴ്സ് ഒന്ന് ഇപ്പോഴും ഞാൻ തൊട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. ഇത്രയും ടെമ്പറേച്ചർ കത്തുമ്പോൾ പോലെ ഞാനിവിടെ സുഖമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. കള്ളമില്ല, ചതിയില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, കാണല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സ്ഥിരമായി കിടപ്പ് രോഗികളുള്ളപ്പോൾ നമ്മൾ കാണുന്ന ഡയപ്പർ ഇടുകയാണ്. അപ്പോൾ ഡയപ്പർ അതിനകത്തായി. ഇതിപ്പോൾ നമ്മൾ
ഡയപ്പർ അടക്കം ഇട്ടിട്ടും നിങ്ങൾ മേലോട്ട് നോക്കുക, ഒരു തരി പുക വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ ചേമ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുകയെ വീണ്ടും ആ ചേമ്പറിൻ്റെ അകത്തിട്ട് വീണ്ടും പുക അല്ലാതാക്കുകയാണ് അല്ലേ, പുക അല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അഡീഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മളിത് കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ ഡയപ്പർ പൊട്ടിച്ചത് വെറ്റാക്കുകയാണ്. സാധാരണ നമ്മൾ വീട്ടിൽ കിടപ്പുരോഗികൾക്ക് ഉപയോഗിക്കുമ്പോൾ വെറ്റായിരിക്കുമല്ലോ. വെറ്റായ ഡയപ്പർ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് നോക്കാം. ഇങ്ങനെ വെള്ളം എടുത്ത് ഒഴിച്ചു പോയാൽ തീ കെട്ടുപോകും. അതാ പറയുന്നത് ലിക്വിഡ് ഫോം. അപ്പോൾ ഇതൊരു വാട്ടർ ജാക്കറ്റ് പോലെയാണ്. ഇപ്പം എല്ലാം കൂടെ ഒരു അര ബക്കറ്റ് വെള്ളം ആയിട്ടുണ്ട്. അതെ, അപ്പോൾ നമ്മൾ ഡയപ്പർ ഏതാണ്ട് അര ബക്കറ്റ് വെള്ളം ഇപ്പോൾ 4 ഡയപ്പറിലുമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലിടുകയാണ്. 3 ഡയപ്പർ അതിനകത്ത് കിടന്നു. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് വീണ്ടും 4 എണ്ണം ഇട്ടു. നമ്മളിത് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോഴും മുകളിൽ ഒരു തരി പുക വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻസിനറേറ്ററെ പറ്റി വളരെ എന്താ പറയുക എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്തത് നമ്മളാണെന്ന് തോന്നുന്നു അല്ലേ. കാര്യം പല വീഡിയോ വന്നിട്ടുണ്ടാവും, എങ്കിൽ പോലും വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ നമ്മൾ 2 വർഷം മുമ്പാണ് ചെയ്തത്. അതിന് ശേഷം വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രംഗത്ത് ഇങ്ങനെ R&D വന്നുകൊണ്ടേയിരിക്കും, ഇനിയും മാറ്റങ്ങൾ വരും. കാരണം പൊല്യൂഷൻ എന്ന് പറയുന്ന 0 പൊല്യൂഷൻ ആക്കാനുള്ള ഒരു ശ്രമമാണ് മേഡയിൽ ഇൻസിനറേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആകും മെഷീൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല അല്ലേ. നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ള തിരഞ്ഞെടുക്കുക. കാരണം വളരെ സേഫായിട്ട് പൊല്യൂഷൻ വളരെ കുറഞ്ഞ മെഷീനാണ് വേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ കണ്ട മെഷീനാണ് വേണ്ടത്. എന്നാൽ അങ്ങനെയല്ല, അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് എടുത്തിട്ട് പിന്നീട് പൈസ ഉണ്ടാകുന്നൊരു കാലത്ത് അതിൽ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്ത് ഈ ടെർമിനേറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് കൂടുതൽ എഫക്റ്റീവാക്കി മാറ്റാൻ സാധിക്കും. എന്തായാലും എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടി ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവരൊന്നും അല്ലാതെ ഇനിയുണ്ട്, ഇവിടെ ധാരാളം ജീവനക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാനുള്ള നമ്പറും മറ്റും ഞാൻ കൊടുക്കാം. അപ്പോൾ നമ്മളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഒരു സ്ഥാപനത്തിൽ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് ഇൻസ്പെക്ട് ചെയ്യണോ ചെയ്യുന്നത്? ഇല്ല, ഇതില്ല. ഇപ്പം ഞങ്ങളുടെ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പേർട്ടാണ്. ഞങ്ങൾക്കൊരു കാര്യം പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇനി ആവശ്യമൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സൈറ്റ് സന്ദർശിക്കും. പക്ഷെ വീടുകൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. എവിടെ വേണോ നമുക്കിത് കൊണ്ടുപോയി വെക്കാവുന്നേ ഉള്ളൂ. ഞാൻ അവിടെ വെച്ചു, 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വേണ്ട, അപ്പുറത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ചിന്തിക്കേണ്ട, ഞങ്ങളുടെ ഏറ്റവും ചെറിയ സ്ലിം എന്ന പ്രോഡക്റ്റിന് 125 കിലോ വെയിറ്റ് ഉണ്ട്. തൊട്ടടുത്ത് ഇപ്പം നമ്മൾ ഉപയോഗിച്ചതിന് 220 അപ്രോക്സിമേറ്റ്ലി. കമേഴ്സ്യൽ പ്ലാന്റിന് ഏറ്റവും ചെറുതിന് 450 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ക്വാളിറ്റി ഓൾസോ. അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണോ ഞങ്ങൾ പറയുന്നത് അത് അതിലുണ്ടാവും. അതിൽ വേറെ ഒരു മാനുഫാക്ചറീസ് അതിനകത്തില്ല. എന്താണോ ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് കാരണം എല്ലാം ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തുള്ള സ്റ്റാഫായിരിക്കും. അവർ ഇല്ലാത്തൊന്നും അവർക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതും കസ്റ്റമർ സർവീസ് കിട്ടാൻ വേണ്ടി ഓരോ ഡിസ്ട്രിക്റ്റിലും ഞങ്ങളുടെ ഓഫീസുണ്ട്. ചില ഡിസ്ട്രിക്റ്റിൽ 3 ബ്രാഞ്ചസ് ഉണ്ട്, ചില ഡിസ്ട്രിക്റ്റിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്, ചിലയിടത്ത് ഓരോ ബ്രാഞ്ച്. അതായത് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് മേടിച്ചു അവർ ഇട്ടേച്ച് പോയി എന്ന് പറയേണ്ടി വരില്ല. അവർ ഫോൺ വിളിച്ചാൽ തീർച്ചയായും ഞങ്ങളുടെ കമ്പനിയിൽ ആധാർ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആ ഫോൺ എടുക്കും. അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് അതാത് ഓഫീസിൽ നിന്ന് കിട്ടും. അവിടെ അവർക്ക് സംസാരിക്കാം. അവരുടെ നാളെ വാങ്ങി ഒരു 6 മാസം കഴിഞ്ഞ് എന്തെങ്കിലും അവർക്കൊരു പ്രശ്നം തോന്നി ബുദ്ധിമുട്ട് പറയാൻ ഫേസ് ടു ഫേസ് പറയാൻ ഞങ്ങൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾ അവർക്കത് വേദി ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഞാൻ കോഴിക്കോട് ഒരു ഓഫീസ് ഇട്ടിട്ട് തിരുവനന്തപുരത്ത് സെയിൽ ചെയ്താൽ കസ്റ്റമർക്ക് ഒരു രക്ഷയില്ല. വാങ്ങുമ്പോൾ 10 രൂപ കുറവാണ് കോഴിക്കോടെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പോയി മേടിക്കുന്ന ആൾ കാശ് നഷ്ടപ്പെടുത്തിയെന്നാണ്. പിന്നെ ഓൺലൈനിൽ വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ സാധനം മേടിക്കുന്നവരുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് ഒരു ഗൈഡൻസും കിട്ടില്ല. ഞങ്ങളൊരു പ്രോഡക്റ്റ് കൊണ്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റോടെ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ അതെ തീർച്ചയായും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ല വിറ്റ് കഴിഞ്ഞ് പോയി എന്നല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഞങ്ങളുടെ ഡിസൈൻ പാറ്റൻറ്റഡ് ആണ്. പിന്നെ ആ ഡിസൈനിൽ നമ്മളെ പ്രോഡക്റ്റ് എന്താ നമുക്കറിയാം. ആ സാധനം ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഒത്തിരി ഫോൺ വരും, മെയിൻ്റെനൻസ് ചെയ്യുക, ഫോൺ എടുക്കുന്നില്ല. ആദ്യം ഞങ്ങൾ ചോദിക്കും നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും. മേഡയിൽ ഇൻസിനറേറ്ററിൻ്റെ പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് അത് അറിയില്ല, ഇതിന് മുമ്പുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡോറിൽ ഞങ്ങളുടെ നെയിം പ്ലേറ്റും ലോഗോയും ഉണ്ട്.
കാരണം അത് വിളിച്ചാൽ എടുക്കാത്ത നമ്പർ അല്ല. അപ്പോൾ അത് നിങ്ങളെപ്പോൾ ആർക്ക് വേണോ അതിൽ വിളിക്കാം, അതിനുള്ള ഉത്തരം തരും. മെയിൻ്റനൻസ് ആകുമ്പോൾ ഈ പറഞ്ഞ് ഇന്ന് വിളിച്ചു, ഇന്ന് തന്നെ നമുക്ക് പോയി മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റില്ല, അതിന് ചാർട്ട് ചെയ്യണം. ചിലപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം വരെ നമുക്കതിന് സമയം വേണ്ടി വരും. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഞങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ ആളെ അവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ആളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമർക്ക് ഒത്തിരി എക്സ്പെൻസാണ്. അപ്പോൾ അവിടുത്തെ ടീം തന്നെ ഞങ്ങൾ വിടണമെങ്കിൽ അവർ പലയിടത്തും ഓരോന്നും ചെയ്തുകൊണ്ടിരിപ്പുണ്ടാവും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു ടൈം നമുക്ക് വേണ്ടി വരും. എങ്കിലും ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എനിക്ക് അത്ര ഡ്യൂറബിളായ ഒരു പ്രൊഡക്റ്റ് ഒന്നും വേണ്ട, എനിക്ക് ഈ പറഞ്ഞ പോലെ 50,000 രൂപ വേണ്ട, 5,000 രൂപ മതി എന്ന് പറഞ്ഞാൽ മേടയിൽ തരുമോ? ഞങ്ങൾ കൊടുക്കില്ല, തരില്ല. ഞങ്ങൾ കാശിൻ്റെ പുറകെ പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ കാശിനല്ല ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റിയും അതിനുള്ള ഈ പറഞ്ഞ പൊല്യൂഷൻ സീറോ ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ അതെല്ലാം ചെയ്യും. അത് ചെയ്യുക. പിന്നെ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ലോവസ്റ്റ് കാശ് ഞങ്ങൾ കസ്റ്റമർ എത്തിക്കുക. ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സോണിയുടെ TV അവൈലബിൾ ആണ്, ഇംപെക്സിൻ്റെ TV അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് കാശുണ്ട്, എനിക്ക് പിക്ചർ ക്വാളിറ്റി വേണം. നമ്മൾ സിനിമ കാണാൻ പോകുന്നു, പണ്ടത്തെ തിയേറ്റർ എങ്ങനെയാണ്, ഇപ്പോൾ ലുലു മോളിൽ ചെന്ന് ഒരു സിനിമ കാണണമെങ്കിൽ നമുക്ക് 700 രൂപ 800 രൂപ. അപ്പോൾ ഓരോരുത്തരെയാണ് ചൂസ് ചെയ്യേണ്ടത്. കാറിൻ്റെ കാര്യം പറയാം, നാനോ തൊട്ട് BMW വരെ. പക്ഷെ നമ്മളെ കാശുണ്ട്. ഒരാൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ആളാണെങ്കിൽ അയാൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല എന്ന് പറയേണ്ടി വരരുത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, തലവേദന ഇല്ലാതെ ദീർഘകാലം അവിടെ ഇരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലല്ലോ നമുക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 12 ജില്ലകളിൽ ഇവർക്ക് ഓഫീസുകളുണ്ട്, 10 ജില്ലകളിൽ 18 ഓഫീസുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് തീർച്ചയായിട്ടും ഒരു ഓഫീസ്, ഒരു 10-20 കിലോമീറ്റർ പോയ ഒരു ഓഫീസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് MC റോഡ് വഴിയും ഹൈവേ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോണവരൊക്കെ ഞങ്ങൾക്ക് 18 ഓഫീസും കാണാൻ പറ്റും. അപ്പോൾ കാര്യങ്ങൾ നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇത്രയും നേരം ശിവ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതിനുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദീർഘകാലം കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത പരീക്ഷണമായിട്ട് വീണ്ടും കാണാം, സീറോ പൊല്യൂഷനുമായിട്ട്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും. താങ്ക് യു. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു.